രാവിലെ തന്നെ കുളിയൊക്കെ പാസ്സാക്കി എന്നത്തെയും പോലെ തന്നെ നിലവിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ ആ ഒരു ഭക്തിഗാനമൊക്കെ ഒഴുകി വരുന്ന കേട്ടില്ലേ? പക്ഷേ ഇത്രയും അധികം അടുത്തായിട്ട് കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ അമ്പലത്തിൽ ശിവപുരാണം നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് മൈക്കൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ പക്ഷേ നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ വീഡിയോയിൽ അത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. രാവിലത്തെ ആ ഒരു ഭക്തിഗാനവും കാര്യങ്ങളൊക്കെ കേട്ട് വിളക്കൊക്കെ വെച്ചതിന് ശേഷം അടുക്കളയിൽ കയറിയൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ. നല്ലൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പിലല്ല, ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കട്ടൻ അവിടെ ഇരുന്ന് ആവുന്നുണ്ട്. നമ്മുടെ സ്ഥിരം കാഴ്ചയൊക്കെ തന്നെ എല്ലാ ദിവസവും എല്ലാവരും കാണുന്നതാണല്ലോ ഞാൻ രാവിലെ എണീറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു സ്ഥിരം കാഴ്ച തന്നെ രാവിലത്തെ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ടൻ്റെ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ഞാനിങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂട് തിളപ്പിച്ച വെള്ളത്തിലേക്കാണ് തേയില ഇടുന്നത് കേട്ടോ. അല്ലാതെ അതിനകത്ത് തന്നെ തേയില ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആ തേയില വെള്ളത്തിന് അല്ലെ കട്ടനാണെങ്കിൽ ഒരുമാതിരി വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ തേയിലയും പഞ്ചസാരയും ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കാമെങ്കിൽ നല്ല വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ല, ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. ഇതെന്താ കട്ടൻ ഇടാൻ പഠിപ്പിക്കുകയാണോ? അങ്ങനെയൊന്നും അല്ല. ഞാൻ ചെയ്യുന്നത് എന്താണോ അതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കലാണല്ലോ എൻ്റെ ജോലി. ഇതെൻ്റെ ഒരു ജോലിയായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത്രയ്ക്ക് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ്, ഈ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. അല്ലാതെ നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ പറയലോ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ദോശ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ 1-2 നെയ്യ് ദോശ കൂണൊക്കെ ഉണ്ടാക്കി വെക്കും. പാർത്തമോന് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നെയ്യ് തേച്ചിട്ട് നമ്മുടെ മസാല ദോശയ്ക്ക് നല്ല നൈസായിട്ട് പരത്തത്തില്ലേ, അതേപോലെ പരത്തി നല്ല മുരിച്ചൊക്കെ എടുക്കുന്നത്. അത് 3-4 അവൻ കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെ അവന് വേണ്ടി അത് കഴിക്കാനെടുത്തു. പിന്നെ അണ്ണന് കട്ടൻ കൊണ്ടു കൊടുത്തു. പിന്നെ ചോറിനുള്ള തീ കത്തിച്ച്. ഇത് കണ്ടോ, രാവിലത്തെ ഒരു കാഴ്ചയാണിത് കേട്ടോ. നല്ല മഞ്ഞായിരുന്നു. ഈ മൂക്ക് വന്ന് മുട്ടിയാൽ അറിയാത്ത രീതിയിലുള്ള മഞ്ഞെന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ ഒന്ന് കാണിക്കാതിരിക്കാൻ വയ്യാന്ന്. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നേരിട്ടൊന്ന് കാണണം, നല്ല രസമാണ് കാണാൻ. നമുക്കവിടെ പുഞ്ചയല്ലേ, മിക്കപ്പോഴും ഞാൻ ഈ പുഞ്ച നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ രാവിലെ കണ്ട കാഴ്ചയാണ്, കറിവേപ്പില പിച്ചാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഉടനെ ഉറക്കത്തിൽ കിടന്ന പ്രാർത്ഥനയൊക്കെ വിളിച്ചുണർത്തി കാണിച്ചു. പിന്നെ എല്ലാം ചോറും കറിയും കാപ്പിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജോലിക്കാരൻ പോകാൻ തയ്യാറായി. അപ്പോൾ ആളിനെ പറഞ്ഞു വിട്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഏതാണ്ട് സമയം 7:30 ആവുന്നതേ ഉള്ളൂ. അപ്പം അണ്ണനപ്പം ചോറും കറിയും കാപ്പിയൊക്കെ ആയിട്ട് പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അകത്തേക്ക് വന്നപ്പം ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞു പിള്ളേർ കിടന്ന് കളിക്കുന്നത്. ഇവർ രണ്ട് പേര് വീതം ഇരുന്നാണ് കളിക്കുന്നത് കേട്ടോ. 2 പേര് വേറെ എവിടെയാണ്. പിന്നെ ഞാൻ കരുതി ഈ ജനലൊക്കെ തുറന്നിട്ട്, ഞങ്ങളിപ്പോൾ ഈ റൂം യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ പൂച്ചയും കുഞ്ഞുങ്ങളും ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട്. പിന്നെ പകലൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു. 10-11 മണിയോളം ആയി കേട്ടോ. ഞാൻ കുറച്ച് മാമ്പഴം കിട്ടിയായിരുന്നു, പിന്നെ മീനും കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എനിക്കൊന്ന് കറി വെക്കണം. അപ്പം ഞാൻ കരുതി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. പാർത്ഥന് വലിയ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഒരു സിനിമാ താരം, പുള്ളിക്കാരിത്തിയുടെ പേര് ഞാൻ മറന്നുപോയി, അവർ പറഞ്ഞതുകൊണ്ടുള്ള രീതിയിലൊന്ന് മാമ്പഴ പുളിശ്ശേരി വെച്ച് നോക്കാമെന്ന് കരുതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. ഞാൻ സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പുളിശ്ശേരി മോര് കാച്ചുന്ന പോണക്കുള്ള രീതിയിലാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് അവർ പറയുന്നുണ്ട് കോവിലകങ്ങളിൽ ചെയ്യുന്ന മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ വെച്ച് നോക്കാം എന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ശർക്കര, നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് പാനി കാച്ചാനായിട്ട് വെച്ചു. ശർക്കര പാനിയായി വരുമ്പോഴത്തേക്കിനും നമുക്ക് മാമ്പഴം എല്ലാം പൊളിച്ചെടുക്കാമല്ലോ. ഒരു 3-4-5 മാങ്ങയെ എടുത്തിട്ടുള്ളായിരുന്നു. ബാക്കിയെല്ലാം ചെത്തിപ്പുളിയൊക്കെ കഴിക്കാനായിട്ട് വെച്ചേക്കാണ്.
പിന്നെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ അധികം ആർക്കും വേണ്ട. പാർത്തമ്മോന് ഇഷ്ടം, പിന്നെ ഞാനും കഴിക്കും, അങ്ങനെയുള്ളൂ. അണ്ണനൊന്നും തീരെ വേണ്ട, മധുരമുള്ള കറി ആയതുകൊണ്ട്. പിന്നെ എന്താണ്, ശർക്കര അവിടെ ഇരുന്ന് ഉരുകട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് മാങ്ങയൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തപ്പോൾ ഇത് തിരുമാനേ പറ്റത്തില്ല. ഇതൊരുമാതിരി തിരുമുമ്പോഴത്തേനും ഇളകി പോരുന്ന ആ ഒരു പരുവത്തിലായ തേങ്ങയാണ്. എന്നിട്ട് പിന്നെ ഞാൻ കരുതി എന്നാൽ ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് പൊടികളൊക്കെ ചേർത്തും വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് പരുവത്തിന് അരച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനൊരു ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ട് ആദ്യം ഒരു 1-2 പ്രാവശ്യം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കൂടാ. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഇടുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അതിനകത്തിലിടാൻ അവർ പറഞ്ഞേക്കുന്നത്. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നല്ല വെണ്ണ പോണക്ക് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് പറയുന്നത് തേങ്ങയുടെ കൂട്ടത്തിൽ നമുക്ക് തൈരും കൂടി അരച്ചെടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ തേങ്ങ ഇങ്ങനെയുള്ള തേങ്ങ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് തൈര് ഒഴിച്ചില്ല. തൈര് സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് ചേർക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ നമ്മുടെ മാങ്ങ ഒരുവിധം ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് നമ്മൾ പാനി കാച്ചി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ശർക്കര പാനി കാച്ചിയതിനകത്ത് എന്തായാലും പൊടിയും മണ്ണും അഴുക്കൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് നമുക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ അങ്ങനെ ക്ലാസ് എടുക്കുകയൊന്നുമല്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലികൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു, അതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് അതിങ്ങനെ വെന്ത് വരണ്ട് വരുമ്പോഴത്തേനും ശർക്കരയും മാങ്ങ എല്ലാം കൂടെ വരണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ തൈര് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നെയ്ക്കകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉലുവായും കൂടെ താളിച്ച് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മാമ്പഴ പുളിശ്ശേരി കിട്ടും കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക മണമായി, നെയ്ക്കകത്ത് വെച്ചത് കൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേക മണമായിരുന്നു കേട്ടോ. പെരയ്ക്കകത്ത് മൊത്തവും, അടുക്കളയിൽ മാത്രമല്ല പെരയ്ക്കകത്ത് മൊത്തം ആ ഒരു മണമായിരുന്നു. റൂമിൽ വന്നിരിക്കുമ്പം പോലും മണമായിരുന്നു. പിന്നെ നമുക്ക് വറ്റയായിരുന്നു കിട്ടിയിരുന്നത്, ചെറിയ 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 വറ്റകളായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ കരുതി തേങ്ങ അരച്ച് കറി വെക്കാമെന്ന്. അങ്ങനെ കൂടുതലുണ്ടായിരുന്നു, തോനെയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു, കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ തക്കാളിയൊന്നും ഇല്ലായിരുന്നടാ. പച്ചക്കറിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി ഇട്ടില്ല. പിന്നെ എല്ലാ മീൻകറിക്കകത്തും ഞാൻ നമ്മുടെ ഇരുമ്പിപ്പുളി ഇടുന്നത്. പിന്നെ ഈ മീൻകറിക്കകത്ത് ഇരുമ്പിപ്പുളി ഇടാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് തോന്നില്ല, വറ്റയായതുകൊണ്ട്. അതിലേക്ക് പിന്നെ നമ്മുടെ കുടംപുളിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. പിന്നെ എന്താണ്ട, ഞാനിങ്ങനെയാണ് ഏത് മീനാണെങ്കിലും കറി വെക്കുന്നത്. കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കും. എന്നിട്ടാണ് വെള്ളത്തിൽ നിന്നാണ് വാരിയിടുന്നത്. കാരണം ആ ഒരു മീനിൻ്റെ ഒരു പച്ച ചോരയുടെ ആ ഒരു മണമൊക്കെ പോകാൻ നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഏത് മീനുണ്ടെങ്കിലും അതിൻ്റെ തല വറക്കാവുന്നുണ്ടെങ്കിൽ അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതിൻ്റെ തല കറി വെക്കാനായിട്ട് എടുക്കണ്ട, വറക്കാനായിട്ട് എടുക്കുക. ഒരു മീൻ രണ്ടായിട്ട് കണ്ടിച്ചിട്ട് അതിങ്ങനെ വറക്കാൻ വെച്ചു, പാർത്തമ്മോന് കൊടുക്കാൻ വേണ്ടി. അവന് വറുത്ത മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തല എങ്ങനെ അവൻ കഴിക്കത്തില്ല. എന്നിട്ട് പിന്നെ നമുക്ക് മീനും കൂടെ വറക്കണം. മീൻ വറക്കാൻ ആണെങ്കിൽ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് വെച്ചേക്കുന്ന നമ്മുടെ മീനുണ്ടല്ലോ, അതിനി പറയണ്ടല്ലോ. മീൻ വറക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ പൊടികളാണ് ചേർക്കുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ ഉപ്പും ചേർത്ത് പുരട്ടിയ നമ്മുടെ മസാല എല്ലാം പിടിച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഈ എണ്ണയിലേക്ക് വറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ആയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെയാണ് കേട്ടോ, കുറച്ച് പാത്രങ്ങളാകുമ്പോഴത്തേനും അപ്പോഴത്തേക്കിനും കഴുകി വെക്കും. ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടന്ന് ഒരുപാട് പാത്രങ്ങളാവത്തില്ലേ, അത് പിന്നെ നമുക്ക് തന്നെ ഇരട്ടിപ്പണിയാവത്തില്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളാവുമ്പോൾ തന്നെ അന്നേരം കഴുകി വെക്കും. എന്നിട്ട് പിന്നെ പാത്രം കഴുകലാണ് കേട്ടോ. എന്താണ് നമ്മുടെ ഈ പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കത്തില്ല. പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു ജോലിയാണ് പാത്രം കഴുകൽ, തുണി കഴുകൽ. അതിന് ഈ അവസാന കാലം വരെ നമ്മൾ മരിക്കുവോളം അതിങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കും അല്ലേ. അതിനൊരു അന്ത്യമില്ല. അപ്പം നമ്മുടെ പാത്രം കഴുകൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി ഈ പാത്രം കഴുകൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തെ ജോലികളൊക്കെ മാത്രമേ ഉള്ളൂടാ. പിന്നെ ഒരുവിധം അകത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ ഉണ്ടല്ലോ. പിന്നെ മീനും താമസിച്ച് കിട്ടിയത് കൊണ്ടാണ് മീൻ കറി വെക്കാൻ താമസിച്ചതും. പിന്നെ മാമ്പഴം കിട്ടിയപ്പം കരുതി എന്നാൽ പാർത്തമ്മോന് ഇഷ്ടമല്ലേ, അവനെ ഇച്ചിരി ചോറൊക്കെ അത് കൂട്ടി കഴിക്കുമല്ലോ എന്ന് കരുതി തന്നെയാണ് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാനായിട്ട് ഒരുങ്ങിയത്. പിന്നെന്ന് പറഞ്ഞാൽ 2-3 പിന്നെ അണ്ണന് ഇഷ്ടമാണ് കൊണ്ടാട്ടം മുളക് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് വറുത്ത് വെച്ചേക്കാന്നുണ്ടെങ്കിൽ ആൾ വന്ന് ചോറ് കഴിക്കുമ്പോൾ കഴിച്ചോളും.
അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണികൾ മാത്രമേ ഉള്ളായിരുന്നു അകത്ത്. അങ്ങനെ പിന്നെ നമ്മുടെ മീൻകറിയുടെ ആ ഒരു പാകവും ഉപ്പൊക്കെ നോക്കി അതിന് ഉപ്പൊക്കെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ തിളച്ച് പറ്റട്ടെന്നും പറഞ്ഞ് വെച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി പൊളിക്കുകയാടാ. ഇപ്പം നമ്മൾ എന്ത് മീൻ വറക്കാനാണെങ്കിലും അതിങ്ങനെ രണ്ട് വശവും നമ്മൾ മൂപ്പിക്കത്തില്ലേ, തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്ന ആ ഒരു ടൈം ആവാറാകുമ്പോഴത്തേക്കിന് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 1-2-3 കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇടാമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അതിനെപ്പോഴും ആ ഒരു മണം അങ്ങനെ തന്നെ നിൽക്കും. തണുത്ത് കഴിഞ്ഞാലും ആ ഒരു മണം അങ്ങനെ തന്നെ നിൽക്കും. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇട്ടതാണ്. പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് അല്ലടാ, നമ്മുടെ കറിക്ക് താളിക്കണം, മീൻ കറിക്ക് താളിക്കണം. അതിന് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ കരുതി നമ്മുടെ കൊണ്ടാട്ടമുളക് നമുക്ക് വറുത്തെടുക്കാമെന്ന്. അതിന് വലിയ പണിയുള്ള കാര്യമൊന്നും അല്ലല്ലോ. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വാങ്ങിച്ച് വെച്ചേക്ക് നമ്മുടെ മുളകിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയടാ. കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാർത്തമ്മ കളിക്കാൻ പോയേക്കാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ക്യാമറാമാൻ ആളങ്ങ് കളിക്കാനായിട്ട് പോയി. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിച്ചത്. പക്ഷേ വീഡിയോ പിടിച്ച് തരാൻ പറഞ്ഞ ആൾ പിടിച്ച് തരും കേട്ടോ. കഷ്ടമല്ലേ, സ്കൂളടവല്ലേ, പോയി കളിച്ചോട്ടെ, നമുക്ക് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ തുണി കഴുകലോ നിവർത്തലും ഒക്കെ കഴിഞ്ഞ് എന്തായാലും കളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. മീൻകറി വേണ്ട, അവന് മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും മതിയെന്ന് പറഞ്ഞു. അതുപിന്നെ ഞാൻ കരുതി ഇച്ചിരി ചോറ് വാരി കൊടുക്കാം. നമ്മൾ വാരി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരിങ്ങ് കഴിച്ചോളും. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ കുറച്ചേ കഴിക്കത്തുള്ളൂ, പകുതി അതിനകത്ത് വെച്ചേക്കും. മതിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും ആളിന് പാലട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാലട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ അവന് പാലട ഇഷ്ടമായതുകൊണ്ട് അതും കൂടെ വാങ്ങിച്ചു, അതുണ്ടാക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വൈകിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനെടുത്തപ്പം നമ്മുടെ കറിയെല്ലാം പകർന്ന് മാറ്റി. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ ചട്ടി എടുത്തപ്പോൾ അതിനകത്ത് കുറേ മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പൊക്കെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മണം കൊണ്ട് പെരയ്ക്കകത്ത് നിൽക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ചട്ടി കണ്ടപ്പോൾ എനിക്ക് കളയാൻ തോന്നിയില്ല. അങ്ങനെ ഇത് പഠിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾക്കൊന്നും തോന്നല്ല കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, സ്നേഹപൂർവ്വം രേഷ്മ.